തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണം പോയ സംഭവത്തിൽ ക്യാമ്പിനുള്ളിലെ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചിട്ടുണ്ട്. തെളിവ് ശേഖരണം പൂർത്തിയായാൽ ഉടൻ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. അതീവ സുരക്ഷയുള്ള പാങ്ങോട് കരസേനാ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ മൂല്യമുള്ള 2 ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. ഓഫീസേഴ്സ് മെസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിക്കും വ്യാഴാഴ്ച പുലർച്ചയ്ക്കും മധ്യയാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രി മെസ്സിൽ നടന്ന DJ പാർട്ടിയുടെ മറവിലാണ് മോഷണം നടന്നതെന്ന നിഗമനത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് വഴിത്തിരിവുണ്ടായത്. DJ പാർട്ടിക്കായി പുറത്തുനിന്നെത്തിയ സംഘത്തിലെ 19 പേരെ പൂജപ്പുര പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവരാണ് മോഷണത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കുന്ന സൂചനകൾ പോലീസിനില്ല. പാങ്ങോട് ക്യാമ്പിനെ കുറിച്ച് അറിയാവുന്നവർ നടത്തിയ മോഷണമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. പിന്നാലെയാണ് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയത്. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചിട്ടുണ്ട്. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് സേനാ സ്റ്റേഷനിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുക. ഈ സാഹചര്യത്തിൽ ആനക്കൊമ്പുകൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടാകില്ല എന്നും പോലീസ് സംശയിക്കുന്നു. സേനാ സ്റ്റേഷനകത്തെയും പുറത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.